മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടോട്ടനം ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. നമ്മുടെ ക്യാപ്റ്റനും ക്ലബ് ലെജൻഡുമായിട്ടുള്ള ഹെമിങ് സൺ സ്പേഴ്സ് വിടുകയാണ്. 10 വർഷം 10 വർഷത്തെ ഓർമ്മകളാണ് മനസ്സിലൂടെ മാഞ്ഞു മറിഞ്ഞു പോകുന്നത്. പുള്ളി സൈൻ ചെയ്ത സമയത്തുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. ഒരു ഏഷ്യൻ വിങ്ങറെ സ്പേഴ്സ് സൈൻ ചെയ്യാൻ പോകുന്നു. പക്ഷെ ഇങ്ങനെ ഒരു ഇമ്പാക്റ്റ് സോണി ക്രിയേറ്റ് ചെയ്യുന്ന ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യമാണ്. ഇപ്പൊ സ്പേഴ്സിലെ കരിയർ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 450-ലധികം മത്സരങ്ങൾ, 170+ ഗോൾസ്, 100+ അസിസ്റ്റ്, ഇങ്ങനെ വലിയൊരു ഇമ്പാക്റ്റ് തന്നെയാണ് സോണി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ആദ്യഘട്ടത്തിലൊക്കെ പുള്ളി നല്ല രീതിയിൽ തന്നെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. കാരണം പുതിയൊരു ലീഗ്, ഭാഷ അറിയില്ല, കാര്യങ്ങളൊക്കെ പഠിക്കാൻ നല്ല രീതിയിലുള്ള സമയം വേണം. ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ തിരിച്ചു പോകാനുള്ള ഒരു ആലോചന പോലും സോണിന് ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളി പിടിച്ചു നിന്നു. പിന്നെ സോണിയുടെ പ്രോഗ്രസ് എന്ന് പറയുന്നത് വേറെ വേറെ ലെവലായിരുന്നു. എല്ലാവരെയും പേടി സ്വപ്നമായിട്ടുള്ള ഒരു വിങ്ങറായിട്ട് സോണി മാറി. ഒരുപാട് ഡിഫറെന്റ് കോച്ചുമായിട്ടും മാനേജറുമായിട്ടും വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി സോണിന് കിട്ടി. പുള്ളിയുടെ കരിയർ സ്പേഴ്സിൽ ഷേപ്പ് ചെയ്തത് പോച്ചറ്റീനോ തന്നെയാണ്. അതിനുശേഷം മൊറീഞ്ഞോ വന്നു, കോണ്ടെ വന്നു, ആൻഡ് പോസ്റ്റ്കോഗ്ലിനൊപ്പം വർക്ക് ചെയ്തു. പക്ഷേ പുള്ളിയുടെ കരിയർ പീക്ക് ആയത് ജോസെ മൊറീഞ്ഞോ വന്നിട്ടുള്ള ആ ഒരു സീസണാണ്. സോണും കെയ്നുമായിട്ടുള്ള ആ ഒരു പാർട്ട്ണർഷിപ്പ് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ആ സമയത്ത് പുള്ളി ഗോൾഡൻ ബൂട്ട് അടിച്ചു, ഗോൾ അടിപ്പിക്കുന്നു, ഗോൾ അടിക്കുന്നു. പുള്ളിയുടെ റണ്ണൊക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് സ്പേഴ്സിൽ കൊണ്ടുവരാനും പറ്റി. എന്നാൽ ഒരു വലിയ കോൺട്രാക്ട് ആ സമയത്ത് സോണി സൈൻ ചെയ്തപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന കമന്റ്സ് ഒക്കെ ഞാൻ ശ്രദ്ധിച്ചതാണ്. എല്ലാവരും പറയുന്നത് ഇത് മണ്ടത്തരമാണ്, സ്പേഴ്സ് കപ്പൊന്നും അടിക്കാൻ പോകുന്നില്ല, നിങ്ങളുടെ കരിയർ വെറുതെ വേസ്റ്റ് ചെയ്യാണ്. പക്ഷേ എല്ലാ ക്രിറ്റിസിസവും മാറ്റി നിർത്തി പുള്ളി കമ്മിറ്റഡ് ആയിട്ട് സ്പേഴ്സിനൊപ്പം നിന്നു. അവസാനം ആൻഡ് പോസ്റ്റ്കോഗ്ലിന്റെ കീഴിൽ കഴിഞ്ഞ വർഷം നമ്മൾ യൂറോപ്പ് ലീഗ് അടിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള മൊമെന്റ് ആണ് പുള്ളിയുടെ കരിയറിൽ വന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. എനിക്ക് തോന്നുന്നു പുള്ളി വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ പേഴ്സണലായിട്ട് എടുത്തു. ഇപ്പോൾ മറ്റൊരു ക്ലബ്ബുമായിട്ട് ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. LAFC പുള്ളിയെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്വാൻസ് ലെവൽ ടോക്സ് നടത്തുന്നുള്ള കാര്യം ഫബ്രീസിയോ റൊമാനോ ഒക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 15 മില്യൻ്റെ ഒരു ഡീല് പുള്ളിക്ക് കൊടുക്കാൻ പോകുന്നു എന്നും കേൾക്കുന്നുണ്ട്. സ്പേഴ്സിന്റെ സൈഡിൽ നിന്ന് ഒബ്ജക്ഷൻ ഒന്നും വരാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്. മറുവശത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരുപാട് മൊമെന്റ്സ് പുള്ളി സമ്മാനിച്ചിട്ടുണ്ട്. ബേൺലിക്കെതിരെ പുള്ളി ഇൻഡിവിജ്വലായിട്ട് പുസ്കസ് അവാർഡ് നേടിക്കൊടുത്തിട്ടുള്ള ആ ഒരു ഗോള് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. മിഡ്ഫീൽഡിൽ നിന്ന് ബോൾ എടുത്തു പോകുന്നു, 4-5 പേരെ ഡ്രിബിൾ ചെയ്ത് ഒറ്റക്ക് പോയിട്ട് ഗോൾ അടിച്ചിട്ടുള്ള ആ ഒരു ഗോള് മറക്കാൻ കഴിയാത്ത ഒരു ഗോൾ തന്നെയാണ്. അതുകൂടാതെ പുള്ളിയുടെ സിറ്റിക്കെതിരെയുള്ള ഗോളൊക്കെ എൻ്റെ ഫേവറേറ്റ്സ് ആണ്. കാരണം ലെഫ്റ്റ് ഫൂട്ടിൽ നിന്നൊക്കെ പുള്ളി അടിച്ചിട്ടുള്ള ആ മഴവില്ലി ഷോട്ടുകളൊന്നും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഷോട്ടുകളാണ്. റൈറ്റ് ഫൂട്ട് കൊണ്ട് കളിക്കാം, ലെഫ്റ്റ് ഫൂട്ട് വെച്ച് കളിക്കും, നന്നായിട്ട് ഡ്രിബിൾ ചെയ്തിട്ട് മുമ്പോട്ട് പോകാനുള്ള കഴിവുണ്ട്, പെർഫെക്റ്റ് ഫിനിഷറാണ്. ഇങ്ങനെ ഒരുപാട് അട്രിബ്യൂട്ട്സ് ആ സമയത്ത് സോണിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരു 2-3 വർഷം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഞ്ചുറികൾ പുള്ളിക്ക് വന്നു തുടങ്ങി. പുള്ളിയുടെ കരിയറിൽ ചെറിയൊരു ഡിപ്പ് വന്നു. അതിനുശേഷം കുറച്ചു കാലം പുറത്തായിരുന്നു. ഇതൊക്കെ വളരെ വളരെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എന്തായാലും സ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പെർഫെക്റ്റ്ലി ഒരു ലെജൻഡാണ് സോണി. കാരണം അത്രയും കാലം സ്പേഴ്സിനൊപ്പം നിന്നു. നമ്മുടെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടുള്ള ഒരുപാട് സീസണിൽ ഗോൾ അടിച്ചും ഗോൾ അടിപ്പിച്ചും സ്പേഴ്സിനെ സഹായിച്ചിട്ടുള്ള ഒരു പെർഫെക്റ്റ് പ്ലെയർ ആണ്. എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അട്രിബ്യൂട്ടായിട്ട് തോന്നിയിട്ടുള്ളത് പുള്ളിയുടെ സിംപ്ലിസിറ്റി തന്നെയാണ്. വളരെ ഹമ്പിളായിട്ട് സിമ്പിളായിട്ട് കാര്യങ്ങൾ കയ്യിലെടുക്കുക. ആരുമായിട്ട് പ്രശ്നങ്ങളോ മറ്റ് തർക്കങ്ങളൊന്നുമില്ല. വളരെ നീറ്റായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ്. എനിക്ക് തോന്നുന്നു പുള്ളിയുടെ അച്ഛൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് കോച്ച് എന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ സോണിയെ സ്വാധീനിച്ചിട്ടുണ്ട്. അത് ഗെയിമിൽ നമുക്ക് കാണുകയും ചെയ്യാം. ഇപ്പം യങ്സ്റ്റേഴ്സിനൊക്കെ 100% പിച്ചിൽ കൊടുക്കുന്ന ഒരു പ്ലെയറാണ്. ഇപ്പം രാജ്യത്തിന് വേണ്ടിയിട്ടും സ്പേഴ്സിന് വേണ്ടിയിട്ടും സോണി റെപ്രസെൻറ്റ് ചെയ്യുന്ന ആ ഒരു പെർഫെക്ഷൻ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. എന്തായാലും പുള്ളിക്ക് കിട്ടിയിട്ടുള്ള ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട്. അത് സൗത്ത് കൊറിയയിലായാലും ഇപ്പോൾ ഇംഗ്ലണ്ടിലായാലും സോണിയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് റിവൈവൽ ഫാൻസ് പോലും നമ്മുടെ അടുത്ത് പറയാറുണ്ട്. ഒരു പെർഫെക്റ്റ് ജെന്റിൽമാൻ ആണ്.
ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച് സോണി ഫോർ യുവർ കോൺട്രിബ്യൂഷൻ. നമ്മൾ ഒരിക്കലും മറക്കില്ല. മറ്റൊരു ന്യൂസിലേക്ക് പോവുകയാണ്. ഇസാക്കിന്റെ സിറ്റുവേഷൻ വീണ്ടും കോംപ്ലിക്കേഷനിലേക്ക് പോവുകയാണ്. ലിവർപൂളിന്റെ ഒഫീഷ്യലായിട്ടുള്ള 120 മില്യന്റെ ബിഡ് കഴിഞ്ഞ 24 അവേഴ്സിൽ ന്യൂകാസിൽ യുണൈറ്റഡ് റിജക്ട് ചെയ്തിട്ടുണ്ട്. അവരിപ്പോഴും കൊടുക്കില്ല എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ്. അതിനിടയ്ക്ക് ഇസാക്ക് ട്രെയിനിങ്ങിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളൊരു വാർത്തയും നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ എക്കിടിക്കെ ഡീല് പോയതിന് ശേഷം ന്യൂകാസിൽ ഇപ്പോൾ 70 മില്യൺ പ്ലസ് 5 മില്യൺ ആഡ് ഓൺ കൊടുത്തിട്ട് ഒരു വലിയൊരു ഡീല് ബെഞ്ചമിൻ സെസ്കോക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ യുണൈറ്റഡിന്റെ കയ്യിൽ അധിക സമയമില്ല. കാരണം ഇപ്പം ആക്ട് ചെയ്തിട്ടില്ലെങ്കിൽ RB ലൈപ്സിഗ് ചിലപ്പോൾ ഈ ഡീല് സൈൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ കാര്യങ്ങൾ നെക്സ്റ്റ് ലെവലിലേക്ക് പോവുകയാണ്. യുണൈറ്റഡ് ഒരു അഡ്വാൻസ് സ്റ്റേജിലേക്ക്, ബിഡിങ് സ്റ്റേജിലേക്ക് വരുന്നു എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു. ഇപ്പം അവർ ചെയ്യേണ്ടത്, ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു കൗണ്ടർ ബിഡ് കൊടുക്കുക. സെസ്കോക്ക് പേഴ്സണൽ ടേംസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ പുള്ളിയെ കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഇരു ടീമുകളുടെ സൈഡിൽ നിന്നും നമ്മളിപ്പോൾ കാണുന്നത്. മറ്റൊരു ന്യൂസ് കേൾക്കുന്നത് ചെൽസിയുടെ സൈഡിൽ നിന്നാണ്. ചെൽസിയുടെ സ്ട്രൈക്കറായിട്ടുള്ള അർമാഡോ ബ്രോജ ഒഫീഷ്യലായിട്ട് ക്ലബ്ബ് വിട്ടിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് പുള്ളി ലോണിലൂടെ മറ്റ് ടീമിൽ കളിക്കുന്നു. പക്ഷേ ഇഞ്ചുറികൾ വലിയ രീതിയിൽ തന്നെ പുറകോട്ട് വലിച്ചിട്ടുള്ള ഒരു സ്ട്രൈക്കറാണ്. ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ബ്രോജ ചെൽസിയിൽ നിന്ന് പോയി എന്നുള്ള വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. ബേൺലിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഫീയും മറ്റു കാര്യങ്ങളൊന്നും എക്സാക്റ്റ് ആയിട്ട് നമുക്കറിയില്ല. എന്തായാലും പുള്ളി നല്ലൊരു ഇമ്പാക്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കൂടുതൽ വിവരവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.